ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് ദൈവത്തിനോ മതത്തിനോ യാതൊരു റോളുമില്ല. പക്ഷേ ഈ കാട്ടുതീ ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ സാമ്രാജ്യത്വത്തോടും ഫാസിസത്തോടും സയനിസത്തോടും എതിർപ്പുള്ള ഒരു വിഭാഗം ആളുകൾ വലിയ ആഘോഷം ആരംഭിച്ചു. ഇതാ അമേരിക്കയ്ക്ക് തീപിടിച്ച്, ഇത് ഗസയിൽ നടത്തുന്ന നരമേധത്തിനുള്ള ദൈവത്തിൻ്റെ തിരിച്ചടിയാണ് എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പല ആളുകളും പോസ്റ്റ് ഇട്ടു. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരുപാട് വിഷജീവികൾ നമ്മുടെ നാട്ടിലുണ്ട്. അമേരിക്കയിൽ കാട്ടുതീ പടരുന്നതിനേക്കാൾ വേഗത്തിലാണ് നമ്മുടെ നാട്ടിൽ വർഗീയക്കാറ്റ് പടരുന്നത്. ആ കാറ്റ് സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല, ഉണ്ടാക്കി തീർക്കുന്നതാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള ആളുകൾ. ഈ മലമ്പാമ്പും അണലിയൊക്കെ കാഴ്ചയിൽ ഏകദേശം താതാമ്യമാണെങ്കിലും മലമ്പാമ്പിനോട് കാണിക്കുന്ന കൗതുകവും തമാശയൊക്കെ അണലിയോട് കാണിച്ചാൽ പിന്നെ നമ്മുടെ വാസസ്ഥലം കബർസ്ഥാനായിരിക്കും. അതായത് കാഴ്ചയിൽ വിഷമില്ലാത്തത് വിഷമുള്ളത് എന്നൊക്കെ തിരിച്ചറിയാൻ പാടുള്ള ചില വ്യക്തിത്വങ്ങൾ നമുക്കിടയിലുമുണ്ട്. അതിലൊരാളാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ. മൊത്തത്തിൽ നോക്കിയ ഒരു സമഭാവനയും മതേതര സ്വഭാവമൊക്കെ നമുക്ക് തോന്നുമെങ്കിലും CPM മുഖവും ഉള്ളിന്റെ ഉള്ളിൽ കറകളഞ്ഞ സംഘപരിവാർ മനോഭാവമായി നടക്കുന്ന ഒന്നാന്തരം അങ്ങനെ നിൽക്കട്ടെ ഒരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. അദ്ദേഹം അമേരിക്കയിൽ കാട്ടുതീ ഇങ്ങനെ പടർന്നു പന്തലിച്ച് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുമ്പോൾ അതിൽ വല്ലാത്ത മനസന്തോഷം അനുഭവപ്പെട്ട് ആഹ്ലാദഭരിതരായി നടക്കുന്ന ആളുകളാണ് മുസ്ലിമീങ്ങൾ എന്ന് പൊതുസമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പറയാതെ പറയാൻ ഒരു കമ്മ്യൂണിറ്റിയെ മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോറ് കഴിക്കുന്ന ഏത് മനുഷ്യർക്ക് മനസ്സിലാകും. അഡ്വക്കേറ്റ് ജയശങ്കറെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ ആളുകൾക്ക് ദുരന്തമുണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നവർ മനുഷ്യരല്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന സമുന്നതരായ പണ്ഡിതന്മാരുണ്ടല്ലോ. കേരളത്തിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദാണെങ്കിലും ജിഫ്രി തങ്ങളാണെങ്കിലും പാണക്കാട്ടെ തങ്ങന്മാരാണെങ്കിലും ഇങ്ങനെ മുൻനിര നേതാക്കന്മാരുണ്ടല്ലോ, പല പല പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം. ഇവരാരെങ്കിലും ഇത് ദൈവത്തിന്റെ അതാപറങ്ങിയതാണ്, അവരനുഭവിക്കട്ടെ, തങ്ങളുടെ ഭൂരിപക്ഷ പ്രദേശമായ ഗസയെ ആക്രമിച്ച, ഫലസ്തീനെ ആക്രമിച്ച ഒരു സമൂഹത്തിന് അവരെ ആക്രമിക്കാൻ വേണ്ടി ആയുധം കൊടുത്ത ഒരു വിഭാഗം ഈ ഭൂമിയിൽ നിന്നും ഉച്ചൂടും ഇല്ലാതാകുന്നതിൽ ഞങ്ങളൊക്കെ വലിയ ആഹ്ലാദഭരിതരാണ്, കണ്ടില്ലേ ഞങ്ങളുടെ ദൈവം കൊടുത്ത അദാബ് പരീക്ഷണം കണ്ടില്ലേ എന്ന് പറഞ്ഞ് ആരെങ്കിലും പോസ്റ്റിൽ നിങ്ങൾ കണ്ടോ? എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉള്ളതുപോലെ വിവേകമില്ലാത്ത സമൂഹം അല്ലെങ്കിൽ കൂട്ടര് എല്ലാ കമ്മ്യൂണിറ്റിയും ഉള്ളതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാകും. അവരെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിക്കുന്നെങ്കിൽ അതിന്റെ മറപിടിച്ച് ഒരു സമൂഹത്തെ ഒന്നാകെ അവര് ഇത് കണ്ടില്ലേ, അവരെന്റെ ദുഃഖത്തിലും അവരെന്റെ പ്രയാസത്തിലും സന്തോഷിക്കുന്നവരാണ് എന്ന് എന്തിനാണ് ഈ സമൂഹത്തെ പറഞ്ഞു പിടിപ്പിക്കുന്നത്? തങ്ങൾ എന്താണ് ഒരു കമ്മ്യൂണിറ്റിയെ വിളിച്ച് വിഷജീവികളെന്നോ, അങ്ങനത്തെ വിഷജീവികളെന്നോ? ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഇപ്പൊ നിങ്ങൾ കണ്ടതിനേക്കാൾ വലിയ വിഷജീവികൾ പുറത്ത് ചാടിയിരുന്നല്ലോ. അവരെ ഇതേ പ്രയോഗം നടത്തി ഒരു വാക്കെങ്കിലും അങ്ങ് പറഞ്ഞിരുന്നു. ഞാൻ ചോദിക്കുക, കണ്ടുനോക്കൂ ഈ വീഡിയോ. ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി. ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ TV കാണാമല്ലോ. SYS ടീഷർട്ട് കണ്ടാലറിയാം. ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിന്റ് പിടിച്ചു വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്ക്കുള്ള മേഖലയാണ്. ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ്, ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ. നമ്മളോർക്കും ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിൽ അടുത്തു പോകാൻ ഇവന് പേടിയാ. വയനാട് മുണ്ടക്കയിൽ 500-ൽ പരം ആളുകൾക്ക് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും കുടുംബവും അവരുടെ ജീവിത വ്യവഹാരങ്ങളെല്ലാം ഇനി തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിൽ എല്ലാം നഷ്ടമായി പ്രയാസത്തിന്റെ കൊടുമുടിയിൽ അവർ പകച്ചു നിൽക്കുമ്പോഴും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവരെ കൈപിടിച്ചുയർത്താനും ദുരന്തമുഖത്തേക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇറങ്ങിത്തിരിച്ച 10,000-കണക്കിന് വരുന്ന സന്നദ്ധ സംഘടന പ്രവർത്തകരെ അവരെ പച്ചക്ക് ആക്ഷേപിച്ചില്ലേ? എന്തിനാണ് അവരെ ആക്ഷേപിച്ചത്? മതം നോക്കി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ്. ഈ ഹയവാനെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ വിഷജീവി എന്ന് വിളിച്ച് നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു? ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിരുന്നു? നിങ്ങളാണോ മതേതരത്വ സ്വഭാവമുള്ള മതേതരവാദി? ഇതൊക്കെയല്ലേ തനി ഫ്രോഡ് സ്വഭാവം എന്ന് പറയാ? ഇതൊക്കെയല്ലേ കാപഡ്യം എന്ന് പറയാ? ചോദിക്കട്ടെ, ഈ ഫലസ്തീനിൽ 10,000-കണക്കിന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടല്ലോ. ബോംബിങ്ങിൽ എത്ര കുഞ്ഞുങ്ങൾക്ക് അവരനാഥരായി, എത്ര സ്ത്രീകൾ അബലകളും വിധവകളുമായി, എത്ര ഭർത്താക്കന്മാർ വിഭാര്യന്മാരായി, മക്കൾ അനാഥരായി, കുടുംബം നഷ്ടപ്പെട്ട് അവർ സമ്പത്ത് നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവർ റഫയുടെ തെരുവീതികളിലൂടെ നെഞ്ചുലഞ്ഞ് കൊച്ചു ബാല്യങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞ് കൈയും കാലും ഇല്ലാത്ത മക്കളെ കണ്ടിട്ട് കുഞ്ഞിലെ നുള്ളി, ഇളം പ്രായത്തിലെ നുള്ളി, ജിഹാദിനെ നുള്ളി അനുഭവിക്കട്ടെ, ജിഹാദി കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങട്ടെ എന്നൊക്കെ ഈ കമന്റ് ബോക്സിൽ എഴുതി മെഴുകുമ്പോഴും ഒരു കണ്ടന്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. അവർ മനുഷ്യരല്ലേ? എന്തേ അമേരിക്കയോട് മാത്രം ഒരു സ്നേഹം തോന്നുന്നു? ഞങ്ങളാരും ഇതിൽ സന്തോഷിക്കുന്നവരല്ല.
ഇതൊക്കെ അള്ളാഹുവിന്റെ ആദാബാണ്. ഏത് പരീക്ഷണമാണെങ്കിലും ആ പരീക്ഷണത്തിൽ പാഠം ഉൾക്കൊള്ളണമെന്ന് മനസ്സിലാക്കുന്നവരാ ഞങ്ങൾ. മർക്കസിലെ മുദരിസായ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ സായിദ് കൂട്ടുകാരിയുടെ ഒരു വോയിസ് അല്പം മുമ്പ് ഞാൻ കേട്ടതേ ഉള്ളൂ. എത്ര വിവേകപരമായ കാഴ്ചപ്പാടാണ് ഉസ്താദിൻ്റെത്. ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊന്നും ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമല്ല, മക്കയിലും മദീനയിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, ഇറാഖിൽ ശക്തമായ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്, എന്തിനേറെ തുർക്കിയിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. ദുരന്തത്തിന്റെ കയ്യിൽ ആഴ്ന്നു പോകുന്ന ഫലസ്തീനിൽ ദുരന്തമുഖത്തുള്ള ജീവിതമാണ്. അവിടെയും ഇപ്രകാരം തന്നെ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസത്തിന്റെ പുറത്ത് പ്രയാസം എന്ന നിലക്ക് ഫലസ്തീനിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാ രാജ്യത്തും ഉണ്ടാകാം. ഇതിലെല്ലാവരും സന്തോഷിക്കുന്നവരല്ല. കാരണം മനുഷ്യൻ വെന്തുരുകുമ്പോൾ മനുഷ്യന് മാത്രമേ അങ്ങനെ നോവാനും വിഷമിക്കാനും ഒക്കെ ഒരു മനോനില സൃഷ്ടാവായ പടച്ചമ്പുരാൻ കൊടുത്തിട്ടുള്ളൂ. ഞങ്ങളൊക്കെ വിഷമിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. ഏതെങ്കിലുമൊക്കെ വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ എഴുതി വിടുന്ന കണ്ടിട്ട് അതൊരു മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടാക്കി ഇവർ കണ്ടില്ലേ, നാളെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുസ്ലിമേതര വിഭാഗങ്ങളാണെങ്കിൽ സന്തോഷിക്കുന്നവരാണ് എന്ന് കാലേ കൂട്ടി ഒരു ചിന്താഗതി കൊടുക്കുകയാണ്. എന്തിനാണോ ഇത്രയൊക്കെ പ്രായമായില്ലേ? ഒരു സമൂഹത്തോടുള്ള വെറുപ്പ് നിരന്തരമായി ഒരു ചാനലിലൂടെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ തങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തകനല്ലേ? കുറച്ചെങ്കിലുമൊക്കെ ഒരു ധാർമ്മിക ബോധം വേണ്ടേ? ഇവിടെ എന്തെല്ലാം തോന്നിവാസങ്ങൾ പടച്ചുവിടുന്നുണ്ട്, എന്തെല്ലാം എഴുതി വിടുന്നുണ്ട്. അതൊന്നും അഡ്വക്കേറ്റ് ജയശങ്കർ കാണില്ല. മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ അല്പന്മാർ എന്തെങ്കിലും എഴുതി വിടുമ്പോൾ അതൊക്കെ വലിയ സംഭവമാക്കി അദ്ദേഹം പുറത്തേക്ക് വിടുകയാണ്. അമേരിക്കയുടെ നല്ല ലോകത്ത് ഏത് മനുഷ്യൻ പ്രയാസപ്പെടുമ്പോഴും അങ്ങനെ പ്രയാസപ്പെടുന്നവരാണ് മുസ്ലിമീങ്ങൾ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്.